അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ നിന്നുള്ള കൃഷ്ണനെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. ഇനി ഇവിടെ സെറ്റ് മുണ്ട് ഇതൊക്കെ പൊന്നു വയ്ക്കും. ഇവിടെ സെറ്റ് മുണ്ട്, അതുപോലെ സ്വർണം, കോയിൻസ്, നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊന്നോടെ വയ്ക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്? ചെറിയൊരു കണി ഒരുക്കിയതാണ്. തിരുവനന്തപുരത്ത് ഒരു അപ്പീനെ കെട്ടിയാൽ മതി. അപ്പൊ അപ്പൂനെ എല്ലാ ദിവസവും ചിമ്പുന് ഹാപ്പി, ചാട്ടന് ഹാപ്പി വിഷു പഞ്ഞ ഓടിച്ചല്ലേ ഒരു ഉമ്മോത്തെ ഹാപ്പി വിഷു പഞ്ഞിട്ട് ഗോ. അടിച്ച് ചാട്ടന് ഉമ്മോത്തിട്ട് ഹാപ്പി വിഷു പറയാൻ പോവാണ് ഗൈസ്. പറയ് ചാട്ടന്. ഒരു ഉമ്മോത്തിട്ട് വരുന്നുണ്ട്. ഹാപ്പി വിഷു പഞ്ഞ. ഹാപ്പി വിഷു. ഹാപ്പി ഹാപ്പി പറയ് ഹാപ്പി വിഷു. Yo guys, only photo. കാണാമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അടിച്ചു പൊട്ടിക്കണം. ഓൾ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങള് വിഷുവിന്റെ സാധനങ്ങളൊന്നും മേടിച്ചു തന്നില്ല. ഇന്ന് ഞങ്ങള് വൈകുന്നേരം രാത്രി ഈ നേരത്ത് പോയിട്ട് കണിക്കൊന്ന മറ്റേ മൊട്ട അടിച്ചു നിൽക്കണല്ലാതെ നമ്മള് അന്ന് പോകുമ്പോ കണ്ട എല്ലാ ഷൂട്ടിന് പോകുമ്പോ നിറച്ച് തിങ്ങുന്ന നമ്മ കണിക്കൊന്നൊക്കെ പോയി. അന്ന് നമ്മളന്ന് പൊട്ടിച്ച അന്ന് നിറച്ചണതില് ഏതെങ്കിലും ഒരു രണ്ടേല കിട്ടുന്ന ഞാൻ ചെന്നപ്പോണ്ട് മൊട്ട ഒന്നും ഒരു തുണ്ടില്ല 50 രൂപ. അതെ കുളി കഴിഞ്ഞിട്ട് ഇപ്പൊ കളിക്കുന്നുണ്ട്. ചിമ്പൻ ഇവിടെ കളിക്കുന്നുണ്ട്. ഇവിടെ ഒരാള് കുമ്പളങ്ങി എന്നിട്ട് എടുത്ത് തിന്നുണ്ട്. അപ്പൊ ഞങ്ങള് നാളത്തേക്ക് വേണ്ടിട്ട് പ്രത്യേകിച്ച് കുറെ ഐറ്റംസ് ഒന്നും വയ്ക്കുന്നില്ല. ഞങ്ങള് കുറച്ച്, അതായത് ഞങ്ങളിപ്പോ നോമ്പിൽ തന്നെയാണ്. അപ്പൊ ഞങ്ങള് അമ്പലങ്ങളിൽ ഊട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇവിടെ നോമ്പായ കാരണം ഞങ്ങളൊക്കെ വെജ് തന്നെയാണ്. അപ്പൊ നാളത്തേക്ക് അതാണ് ഈ കാണുന്നത്. സാമ്പാർ കഷ്ണങ്ങൾ പിന്നെ അവിയൽ ഉണ്ടാക്കണം, പിന്നെ ക്യാബേജ് പേര് ഉണ്ടാക്കണം. ഇതൊക്കെ തന്നെയായിരുന്നു കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഞങ്ങൾ കളിച്ചോടിയിരുന്നത്. അപ്പൊ ഞാൻ വിഷുക്കട്ടയ്ക്കുള്ള തേങ്ങ ചെറുകി അതിന്റെ കാര്യങ്ങൾ വെച്ചോ ചെയ്യാം. കറികളൊക്കെ ഞാൻ വെക്കും. അപ്പൊ ഇത്ര സാധനങ്ങൾ കിട്ടി, ഇതൊക്കെ അരിഞ്ഞു വെച്ചു. ഇനി കുറച്ച് സാധനം അരിഞ്ഞു കഴിഞ്ഞാൽ മുരിങ്ങക്കില്ല അത്ര ഉള്ളപ്പോ മുരിങ്ങക്കില്ലാത്ത അവിയൽ കഴിച്ച കുഴപ്പമില്ല. ഇവര് ഇവിടെ പേരിടല്ലോ. ഇന്ന് നമ്മോട് പറഞ്ഞോളൂ വെച്ചിട്ട് രണ്ടാളും ഞാൻ ഇട്ടോട് കാര്യം കഴിക്കില്ല. മുരിങ്ങാക്കോല് നമുക്ക് അതാണ് ഇങ്ങനെ മണം വന്നിട്ട് വരുന്നോണ്ടിരിക്കുന്നത്. അതെ, അപ്പൊ നമ്മളുള്ളത് കൊണ്ട് വിഷു പോലെ നമ്മള് പോകും. അതെ, അപ്പൊ നമ്മളുടെ പുതിയ ഈ വർഷത്തെ 2025 ഒരു വിഷുവിലേക്ക് സ്വാഗതം. വിഷു ഒരുക്കങ്ങൾ വാ, നമുക്ക് എല്ലാരും കൂടി അറക്കളേക്ക് ചാടി പടഞ്ഞിട്ട് നിൽക്കും. നമ്മളെ പുതിയ ചെടികളുണ്ടോ ചുക്കാപ്പി കൊടുക്കാണ് ഗായ്സ്. ചെക്കന്റെ ബർത്ത്ഡേ മാസല്ലേ, ഈസ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ ആണ് എന്റെ മോന്റെ.
അപ്പൊ ബർത്ത്ഡേ മാസങ്ങളില് പിള്ളേർക്ക് പനി കേട്ട് പറഞ്ഞു കേട്ടു തട്ടി കളയണ്ട. എന്താ അവിടെ അടിക്കണെന്ന് ഇത് അടിക്കണതാ അവിടെ നോക്കിട്ട് അപ്പൊ നിന്നതാ ആവണില്ലേ. അപ്പൊ ഗൈസ് അപ്പൊ ഞങ്ങളിതാ ഇനി ഹാപ്പി വിഷു. അരിയില് തലേന്ന് എന്ത് പരിപാടി ഉണ്ടെങ്കിലും അതിന്റെ തലേന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടം. വിച്ചുനോ ആ ദിവസത്തേക്കാൾ അടിപൊളി തലേന്നായിരിക്കും. കല്യാണം ആണെങ്കിലും അല്ലെങ്കിൽ ബാപ്റ്റിസം ആണെങ്കിലും അല്ലെങ്കിൽ ഹോളി കമ്മ്യൂണിയാണെങ്കിലും എല്ലാത്തിനും തലേന്ന് അടിപൊളിയായിരിക്കും. എല്ലാവരും കൂടി ഭയങ്കര തിക്കുന്ന പഴയ കാലത്തെ കല്യാണം പേടയല്ല, ഇപ്പൊ എല്ലാം ഓടിച്ചോടിയതില്ലല്ലേ അല്ല വെച്ചോ. വീടിന്റെ സൈഡിൽ തന്നെ മറ്റേ അടുപ്പൊക്കെ കൂട്ടി വെപ്പുകാര് വന്ന് വെക്കലും അത് ഫെസ്റ്റിവല്. ഞാൻ വീട്ടിലെ പരിപാടികളുടെ കാര്യം പറഞ്ഞ ഇങ്ങനത്തെ കുറച്ച് പൈനാപ്പിളിന്റെ മണവും വെപ്പുകാരും തലേന്ന് എല്ലാ പിള്ളേരെ ആദ്യം വിളിച്ചിരുത്തി ഭക്ഷണം കൊടുക്കല്, പെണ്ണുങ്ങള് ആണുങ്ങള്, അങ്ങനെ ഒരു രസമാണായിരുന്നു. ഇപ്പൊ അതൊന്നുമില്ല, ഒക്കെ ഓടിച്ചോടിയതില്ല ഫുഡും. ആ സമയത്തേക്ക് ആ പരിപാടിയിൽ അമ്മക്കെ വിളിക്കുള്ളവരോട് ഫിഷ് ഫിഷിന്റെ ഇത് ചായ ഫിഷിന്റെ മോട്ടർ വർക്ക് ചെയ്യണില്ല. ഫിഷിന്റെ മോട്ടർ വല്ല അതാണ് പറയണ. എന്താ ചേട്ടനോട് പറയാനാ പറയണ. ഗൈസ് അങ്ങനെ ഇരുട്ടായിട്ടോ ഗൈസ്. ഹാപ്പി വിഷു പഞ്ഞ ഹാപ്പി ചിക്കൻ ഈസ്റ്ററിന് ഹാപ്പി ഭാഷ നാളെ വെച്ച ഹാപ്പി ആണ്ട് പൊണ്ണുമണി നേരത്തെ പറഞ്ഞിരുന്ന ഹാപ്പി വിഷു ഹാപ്പി വിഷു. അപ്പോ ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിയിലേക്ക് അല്ലേ. ഇതൊക്കെ ഞാൻ തന്നെയാട്ടാ അരിയാറ്. ഇപ്പൊ എന്റെ കെട്ടിയ വേഗം അരിയിക്കാന്ന് വിചാരിച്ചു. ആദ്യം മൂട് മാറുന്നതിന് മുന്നേ സാമ്പാർ സാധനങ്ങൾ പട്ടപ്പെട്ടാന്ന് വെക്കും. ഇനി പരിപ്പൊക്കെ കഴുകാൻ പോവാണ് ഞാൻ ഗൈസ്. ഇത് സാമ്പാറിലേക്ക് തല്ലി ഒന്ന് പിരിപ്പ് പിരിപ്പ് ഗൈസ്. ഹാപ്പി വിഷു ഹാപ്പി വിഷു ഹാപ്പി വിഷു. ആ മച്ചപ്പടത്തിട്ടല്ലേ കോട്ടയം നസീർ. അല്ല കൊറേ നാളായിട്ട് ഈ സദ്യ കഴിച്ചോല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് ഒരു അപ്പീനെ കെട്ടിയാ മതി. അപ്പൊ അപ്പൂനെ എല്ലാ ദിവസവും എന്നെ പൊന്നു അപ്പ അപ്പിന്ന് പറഞ്ഞ എന്താ അറിയോ? തിരുവനന്തപുരത്ത് ആൺകുട്ടി. അതെന്ത് കുട്ടിയാണെങ്കിലും എന്ത് കുട്ടിയാണെങ്കിലും അപ്പിന്നെ. ഏതെങ്കിലും അപ്പിനെ കെട്ടിയോളാൻ പറഞ്ഞു. അപ്പ കിട്ടിയാ മതി അപ്പീനെ. പറയുമ്പോ എന്താ പോലെ അപ്പൊ അപ്പി കലക്കി വെള്ളം കിട്ടും. മറ്റേ തൃശ്ശൂരിൽ ഒരാള് കുടിക്ക് നമ്മൾ അപ്പി കലക്കി വെള്ളം തന്നെ. ഞാൻ എക്സ്പെർട്ട് അപ്പൂസ്. ഞാൻ ചെറുക്കാൻ എക്സ്പേർട്ട് വെരി ഫാസ്റ്റ്. അവിടെ അമ്മൂസല്ലേ ഇവിടെ അപ്പൂസ്. അന്ന് ദിവസം ഞാൻ കണ്ടതാ അവൻ ഇടക്കിടക്ക് അപ്പൂശി അപ്പൂശി കൊണ്ട് വരും. ഉലുവിയും ഫുള്ള് കടുകൊക്കെ ഉണ്ടായിരുന്ന ഒന്നും കാണാനില്ല. പാവൻ ചാർലിനെ തീറ്റിച്ചാവും. അപ്പൊ അതാണ് എന്റെ ഡൗട്ട്. എന്ത് കിട്ടിയാലും നാളെ ചാർലി. ചേച്ചി ഞാനോടി കുമ്പ് കാട്ടിയ ചേച്ചിയോ? ആറിനുണ്ട് ചേച്ചി ഇഷ്ക ചേച്ചി ഞാൻ ചോക്ലേറ്റ് ഹാപ്പി ഹാപ്പി വിഷു. സാമ്പാർ ഭാവിയിൽ അതാണ് പ്രതികരിച്ചണം. ക്യാബേജ്
പൊന്നോ എത്ര കറികള്? അതല്ല അന്ന് 14 കറികള് ഒരു ദിവസം കൊണ്ട് ഓണത്തിന്റെ അന്ന് ഉണ്ടാക്കിണ്ട് പൊന്നു. ഇതിങ്ങനെ വരാ, ഇതിങ്ങനെ എടുക്ക. പിന്നെ വെറുതെ തിന്നെ ഇഷ്ടമുള്ളൊരു വെജിറ്റബിൾ നിറച്ച് വെള്ളം സബ്ബാസ് കാബേജ് കഴിക്കാണ് നമ്മുടെ കേബേജാണ് ഗൈസ്. ഞാൻ മഞ്ഞപ്പൊടി ഉണ്ടാക്കാറ്, പക്ഷെ ഞാൻ വെള്ള കേബേജ് ഉണ്ടാക്കാന്ന് വിചാരിച്ചു. മഞ്ഞ കളറിലുണ്ടാവുമല്ലോ ഇവിടെ. അപ്പൊ ഞാനത് കൂട്ടി വെച്ചിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും പൊന്നു സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് അടപ്പത്ത് വെക്കാൻ വേണ്ടോ, അടപ്പത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഞാൻ വേവിക്കാൻ കയറ്റും. അതെ, ഇതൊക്കെ വേവിച്ച് പൊന്നു. നമ്മുടെ സാമ്പാർ സെറ്റ് ആക്കിണ്ട്. ഇനി അതിലേക്ക് കടുക് താളിക്കുക വേണ്ടോ. അതെ, ഏത് കഷ്ണങ്ങൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതെ, ഇനി ഇതിലേക്ക് തേങ്ങയുടെ കൂട്ടാണ് ചെയ്തത്. ഞാൻ ഇത് മറ്റേ മോര് കറിക്ക് നമ്മള് പോയി വന്നപ്പോഴാടാ ബോളിക്ക് മേടിച്ചു പോകുന്നുണ്ടോ. പിന്നെ ഇഷ്ടമുള്ള തുകിലെടുത്ത് കനകിൽ നീ പോടാ പോടാ പോടാ. അപ്പൂന് തലവേന എടുത്തിട്ട് അപ്പു ഉറങ്ങി. അപ്പു കിടന്നു. അതെ, എന്തിട്ടാടാ ഏത് ജിയ ലോക്കുള്ള ഫ്രിഡ്ജ് മേടിക്കാനാ പറഞ്ഞ മുന്നും. കാരണം പുതിയ ഫ്രിഡ്ജുകൾക്കൊന്നും ലോക്ക് ഇല്ല. പണ്ടത്തെ കാലത്ത് ആദ്യം ഇടയ്ക്ക് ക്ലോസ് ചെയ്യേ. ഇവൻ വന്ന് തുറക്കന്നെ തുറക്ക. ഏത് നേരം തുറന്നോണ്ടിരിക്കണ അവനെ കൈയൊക്കെ തുറന്നിട്ട്. അപ്പൊ കേബേജ് സെറ്റാണ്. അല്ല, കേബേജ് ഇപ്പൊ വെക്കില്ല കേട്ടോ, നാളെ. അതെ, ഇനിയിപ്പോ നേരം വിളിക്കാറായി. നാളെ അപ്പൊ കഴിച്ചേ നമ്മുടെ മോര് കൂട്ടാൻ തയ്യാർ. കാളൻ. പിന്നെ ഇനി കാബേജ് കൂടി ഉണ്ടാക്കാനുള്ളോ. അവിയൽ റെഡിയായി, സാമ്പാർ റെഡിയായി, ഒരു കാളൻ സെറ്റായിട്ടുണ്ട്. അപ്പം അതിനിടയിൽ ഞാൻ ഒരു ഷെയ്ക്ക് അടിച്ചു. മുന്നോടെ വെച്ചിട്ടുണ്ട്. ആദ്യം അവിടെ കഴിക്കുന്നുണ്ട്. അടിച്ച് ഷെയ്ക്ക് വെച്ചാണ് ഗുഡ് ബോയ് ആയിട്ട് വെച്ചോ. കൂച്ചി കളയാണ്ട് കൂച്ചി. ആദ്യം ഉറങ്ങിയ ആദ്യം ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടിച്ചു വാരി തുടച്ച് കാണിക്കാനായിട്ടൊക്കെ പറ്റില്ല. ആദ്യം ഉറങ്ങണം. ആദ്യം ഉറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി കണിയും കാര്യങ്ങളൊക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് തുടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്യും. 2 മിനിറ്റ് ഒന്നും പാടല്ലേ വേണ്ടോ. അതിപ്പോ ആ സമയത്ത് പപ്പടം വറക്കണേന്റെ ഒപ്പം ചെയ്താൽ മതി. ആക്കി വേറെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഒളിച്ചാലോ. അപ്പൊ അതിന് 2 മിനിറ്റ് വേണ്ടോ. അപ്പൊ ഞാനത് ഫ്രിഡ്ജിൽ വെക്കാന്ന് വെച്ചു. പിന്നെ പായസം വിഷ്കട്ട സംഭവങ്ങളൊക്കെ നാളെ രാവിലെയാണ് നമ്മൾ ചെയ്യാം. അത് കാലത്ത് ഉണ്ടാക്കിയാൽ മതി. വിഷ്കട്ടൊക്കെ അത് തേങ്ങയുടെ കാരണം തേങ്ങാപ്പാലിൽ ഉണ്ടാക്കണ തന്നെ ഇപ്പൊ ഉണ്ടാക്കി വെച്ച് ചിലപ്പോ കാലത്താകുമ്പോഴേക്കും ചിലപ്പോ സീനാവും. അപ്പു മരുന്ന് വെച്ചിട്ട് കിടക്കായിരുന്നു. അവന് തേച്ച് വിട്ടോടുകൂടി ഒരു പ്രാവശ്യം കൂടി ചുക്കാപ്പി കഴിക്കാനൊന്നും ചുക്കാപ്പി കഴിക്കിട്ട് നമ്മുടെ ബോളി ഫേവറേറ്റ് ബോളി നിറച്ചാ വന്നേക്കണ സൂപ്പറാറില്ലേ. ഇവിടത്തെ മെയിൻ സാധനമാണല്ലോ ഇവിടെ ബോളിയുടെ കുന്നുകൂടിയിട്ടൊക്കെ നിറച്ച്. നമ്മള് വീട്ടിലുണ്ടായിരുന്ന വേസ്റ്റ് നമ്മളെല്ലാം കത്തിച്ച് ക്ലീൻ ആക്കി ഇവിടെ അടിച്ചു വാരി ഒന്ന് തുടക്കണം. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആദ്യം ഒന്ന് സെറ്റ് ആകുമ്പോഴേക്കും ബാക്കി നമ്മൾ ടേബിളൊക്കെ വെച്ചിട്ട് വിഷുക്കണി ഒരുക്കുക. അതെ, ഭക്ഷണം കഴിക്കുന്ന സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ചായ കുടിക്കുന്നുള്ളത് ഇച്ചിരി ഷെയ്ക്ക് ഉണ്ടാക്കി ഞാൻ ഇച്ചിരി കഴിച്ചു. ചായ കുടിക്കുന്ന ഒരു ചിന്തയാണ്.
അപ്പൊ ഇനിയിപ്പോ ഇവിടെ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ ടേബിൾ വെക്കും, പ്രയർ ഏരിയയിലേക്ക് ടേബിൾ വെച്ചിട്ട് അവിടെ എല്ലാം വടിയില്. അതെ, ഈ വെജിറ്റബിൾസും ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ട് എല്ലാം ഒരുക്കണം. അപ്പൊ അത് ഇപ്പൊ ഒരുക്കി ചിലപ്പോ ആദ്യം അതിന് മാന്തും. കഴിഞ്ഞ വർഷം കുറച്ചുകൂടി ചെറുതല്ലേ, കഴിഞ്ഞ വർഷം ഒന്നും എടുത്തില്ല. ഇതിന്ന് ഇപ്പൊ എടുക്കാ കൂടി മുന്തിരി ഓറഞ്ചൊക്കെ എടുക്കുള്ളോ. അതിന് ഞങ്ങൾ ഇപ്പൊ കുടിപ്പിച്ച് വന്നേ ഇവിടെ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കൈകാലൊക്കെ മുഖം കഴുകി അവന്റെ കൂടെ കിടക്കുന്ന പോലെ ഇവിടെ കിടന്ന് ഞാൻ ഉറങ്ങും. അവരോട് തന്നെ ഇവിടെ ബാക്കി ക്ലീനിങ് കാര്യങ്ങളെല്ലാം ഒതുക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് എടുക്കും. അപ്പൊ അതാണ് ഇന്നത്തെ ഒരു വീഡിയോ വരിക. നമ്മുടെ ചെറിയ കണി ഞങ്ങൾ വെച്ചത് സെറ്റായിട്ടുണ്ട്. കുഞ്ഞി കണി ചെറിയ നമ്മൾ തട്ടില വെച്ചിട്ടുണ്ടാവും. ഉള്ളിലൊന്നുമില്ല, ചെറിയ തട്ടുണ്ട്. ആ തട്ടിൽ നമ്മളുള്ള പാടങ്ങളൊക്കെ വെച്ച് നമ്മുടെ കണിയിലേക്ക് ഇതിലേക്ക് വിളക്ക് വയ്ക്കണം. നമ്മുടെ ചന്ദനത്തിൽ കുത്തണത് ആ സ്ഥലത്ത് വയ്ക്കണം. വിളക്കിൽ ഇങ്ങനെയൊക്കെ വെച്ച് വയ്ക്കണം. സെറ്റായി ആദ്യം ഇവിടെ കളിക്കുന്നുണ്ട്. കുഞ്ഞിപ്പോൾ കിടന്നല്ലോ, അപ്പോൾ ഗൈസ് നമ്മുടെ ഇവിടെ നിന്നുള്ള കൃഷ്ണനെ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കണി. ഇനി ഇവിടെ സെറ്റ് മുണ്ട് ഇതൊക്കെ പൊന്നു വയ്ക്കും. ഇവിടെ സെറ്റ് മുണ്ട്, അതുപോലെ സ്വർണം, കോയിൻസ്, നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊന്നോടെ വയ്ക്കും. അപ്പോൾ എങ്ങനെയുണ്ട് ഗൈസ്, ചെറിയൊരു കണി ഒരുക്കിയതാണ്. ഇത് ഒരുപാട് വലിയ ചക്കയൊക്കെ ഉണ്ട് അവിടെ, പക്ഷെ ചക്കയൊന്നും അത്ര വലുതാണ്. അപ്പോൾ അത് കാരണം ഇവിടെ കൊണ്ടുവന്ന് വെക്കാനായിട്ട് ഇപ്പോൾ വലിയ സൗകര്യം ഇവിടെ കാണാനില്ല. അപ്പോൾ അത് കാരണം അത് അവിടെ വെച്ചില്ല. ബാക്കി എല്ലാ സാധനങ്ങളും വെച്ചു കൂട്ടാം. അത് പൊന്നു നല്ല ക്ഷീണമുണ്ട് അവൾക്ക്. അപ്പോൾ അവൾ കിടന്ന് ഉറങ്ങി. നേരത്തെ എണീറ്റ് ഓക്കെ പറഞ്ഞു, ബാക്കി ആധാറൊക്കെ വയ്ക്കാൻ പറഞ്ഞു, എല്ലാം സെറ്റ് ചെയ്തു. അപ്പോൾ ഉറങ്ങിയോട്ടെ. ആദ്യം മോളെ കിടന്നുറങ്ങി, രണ്ടാമത് കിടക്കട്ടെ. അപ്പൂസിനോട് പൊക്കോളം പറഞ്ഞോട്ടെ. ഞാൻ അപ്പോൾ കുറേ നേരമായി എൻ്റെ കൂടെ ഇതൊക്കെ ചെയ്യാൻ നിൽക്കുന്നത്. കുഞ്ഞിൻ്റെ കൂടെ എല്ലാതും അവന് ഞാനും കൂടി പിന്നെ ചെയ്ത് ഈ കുഞ്ഞു ചെറുപറാകുന്നുണ്ട്. കറികളെല്ലാം സാധനം സെറ്റ് ചെയ്തു. അപ്പോൾ ഗൈസ്, അപ്പോൾ കണി നമുക്ക് കാണാം.
അതെ, ഹാപ്പി വിഷു ഗൈസ്. അപ്പോൾ കണി കണ്ടു അല്ലേ? പിന്നെ അലർജി വേണ്ടിട്ട് അലർജി വേണ്ടിട്ട് ആ അടിച്ചു വാ. ഹാപ്പി വിഷു. ടേയ് ടേയ് തല മൂന്നുള്ളിട്ട് മൂക്ക് ആദ്യം ടേ 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 ടേന്ന് ടേ 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 ടോ ടോ അടിച്ചു വാ. അടിച്ചേ ഏ ചാർലി ഹാപ്പി വിഷു. ഹാപ്പി വിഷു. ഹാപ്പി ഹാപ്പി പറയ് ഹാപ്പി വിഷു. പറയ് ഹാപ്പി വിഷു. കുട്ടൻ അടിച്ചു കുട്ടൻ ഹാപ്പി ഹാപ്പി ജി എന്ന് ഗ്രേപ്പിനാണ്. ഹാപ്പി വിഷു. അപ്പൊ ഗായ്സ് കണി കണ്ടിട്ട് രണ്ടാളിരിക്കുന്നുണ്ട. ചാർലിയുടെ നമ്മുടെ ആദ്യത്തെ വിഷു. ആ ചാർലിയുടെ ചങ്ക് വന്നുണ്ട്. അപ്പൊ പടക്കൊക്കെ പൊട്ടിച്ചു. നമ്മള് പടക്കം പൊട്ടിച്ച ശേഷം അവിടെ ചാലിയിട്ട് അയ്യോ കണിച്ചിരി തൂകി കണി കാണാം വാവാ കണ്ണാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഗായ്സ് നമ്മുടെ വിഷു സ്പെഷ്യൽ ഡേ ഇന്ന് ആരംഭിക്കുകയാണ്. അതെ. അപ്പൊ ഇനിയിപ്പോ നെക്സ്റ്റ് പരിപാടി ഞാൻ ചായ അടുപ്പത്തേക്ക്. അതെ. അപ്പനും മോനും കൂടി ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ ചാൻ എന്നെ വെട്ടുകൊണ്ട് കിടക്കുന്നുണ്ട്. അപ്പൊ അത് വെട്ടും. പിന്നെ വിഷുക്കട്ട ശർക്കര പനി ഉണ്ടാക്കും. അതൊക്കെയാണ്. അപ്പൊ അതിലേക്ക് കടക്കാം. നേരൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്ന വന്നിട്ടുണ്ട് കേട്ടാ. അപ്പൊ അതേ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. എവിടേക്ക് പോണു എവിടേക്ക് പോണു? ഉക്കുളെ പോയാലോ ആദിസ്? ഉക്കുളിച്ചി
അപ്പോൾ നമ്മുടെ ചിമ്പപ്പോടെ ചാർലി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൂസും ചിമ്പും ഇവിടെ കിടക്കുന്നുണ്ട്. താഴത്തുനിന്ന് മുകളിൽ നിന്ന് താഴത്ത് വന്നിട്ട് അവന് ഈ തൊണ്ടവേനയും ചെറുതായിട്ട് പനിയൊക്കെ ഉള്ളതുകൊണ്ട് 2 ദിവസമായി അവൻ കിടന്നു കുറച്ച്. അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ ഒട്ടും അവന് വയ്യാണ്ടാവും. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് പാലൊക്കെ സെറ്റാവുക. വിഷ്കട്ട തേങ്ങാപ്പാലിലല്ല ഉണ്ടാക്കണം. 1-ാം പാലിലാണ്. എത്ര പാല് വേണം? 8 ഗ്ലാസ് പാലും 2 ഗ്ലാസ് നല്ല പാലും ശുചി ചമ്പനെ ഉമ്മ ഉമ്മ അവിടെ നിന്നിട്ട് ഇതിലത്തെ ഫ്രൂട്ട്സൊക്കെ ചാർലിക്ക് എടുത്തുള്ളതാണ് പണിയായിരുന്നത്. തമ്പാച്ചന് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ഹാപ്പി വിഷു പറഞ്ഞ എല്ലാവരോടും. ഹാപ്പി വിഷു. ഗുഡ് ബൈ. ചാർലിക്ക് ഹാപ്പി വിഷു, ചിമ്പുന് ഹാപ്പി, ചേട്ടന് ഹാപ്പി വിഷു പറഞ്ഞ ഓടിച്ചല്ലേ ഒരു ഉമ്മോത്തെ ഹാപ്പി വിഷു പറഞ്ഞിട്ട് ഗോ. അടിച്ച് ചേട്ടന് ഉമ്മോത്തിട്ട് ഹാപ്പി വിഷു പറയാൻ പോവാണ് ഗൈസ്. പറയും ചേട്ടന് ഒരു ഉമ്മോത്തിട്ട് വരുന്നുണ്ട്. ഹാപ്പി വിഷു പറഞ്ഞ അവൻ വയ്യാണ്ട് ഇവിടെ കിടക്കണ ഇടക്കിടക്ക് വന്ന് നോക്കും. അപ്പം അവൻ കിടക്കണ അവൻ പോവാണ് കളിക്കാത്ത കാരണം. വീഴുത്. ഹാപ്പി വിഷു പറഞ്ഞ ഹാപ്പി വിഷു ഇപ്പം പറഞ്ഞു ചേട്ടനോട് പറയും. ബേബി ബേബി കുളി പോയാലോ ഒരു മോത്തെ പാവ ഒരു ചേട്ടന് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇറങ്ങ്. ചിമ്പപ്പോ ഇവിടെ ചീമ്പ ഹാപ്പി വിഷു ഹാപ്പി വിഷു. നമ്മളുടെ സാമ്പാർ അവിയലും കാളനൊക്കെ റെഡി ആയിരുന്നു. ഇപ്പം നമ്മൾ ലാസ്റ്റ് തോരൻ ക്യാബേജ് തോരനാണ് വയ്ക്കണം. അപ്പോൾ അത് 2 മിനിറ്റ് കൊണ്ട് തന്നെ വഴണ്ടി കിട്ടും. അത് കഴിഞ്ഞാൽ ഞാൻ പപ്പടം വറുത്ത് വയ്ക്കും. പിന്നെ വിഷ് കട്ടില്ല. പിന്നെ പായസം ലാസ്റ്റ് പായസം ചോറ് തിളപ്പിച്ച് ചാക്സം ഇറക്കി വയ്ക്കും. അപ്പോൾ നമ്മൾ ചായ കുടിച്ചല്ലോ. അപ്പൂസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അവന് നേരത്തെ കാണിച്ചില്ല ഞാൻ. അവന് ചുക്ക് കാപ്പി കൊടുക്കുന്നുണ്ട്. ഉഷാറായി വരുന്നു. കാലത്ത് എന്റെ കുറുമ്പാണ് മൊത്തം. ടോട്ടൽ കുറുമ്പ് ബൂസ്റ്റ് 1 ഗ്ലാസ് തട്ടി കളഞ്ഞു. അപ്പുറത്ത് പോയിട്ട് ചെടിച്ചട്ടിന്ന് കുറെ മണ്ണൊക്കെ എടുത്തിട്ട് വേറെ ചെടിച്ചട്ടി ഇട്ടിട്ട് നിലത്ത് കുറെ കളഞ്ഞു. ഇപ്പുറത്ത് വിഷു കണി വെച്ചത് കണി മൊത്തം ചാർലിക്ക് എടുത്ത് കൊടുത്തു. ഫ്രൂട്ട്സും അല്ലാതെ ചാർലിക്ക് എടുത്ത് കൊടുത്തിട്ട് ഞാൻ ഫ്രൂട്ട്സ് ലാസ്റ്റ് മാറ്റി കൊടുത്തിട്ട് വെള്ളരിക്കും മറ്റേ കണിവെള്ളരിയും പിന്നെ പൂല് കണിക്കൊന്നും വെച്ചു. ലാസ്റ്റ് ഞാൻ നോക്കുമ്പോ കണിക്കൊന്നും കാണാനില്ല. നോക്കുമ്പോൾ റൂമിൽ അടച്ചിട്ട് ചാർലിക്ക് ചുറ്റും കണിക്കൊന്നു. അപ്പൊ ഞാൻ വേഗം ഒപ്പം മാറ്റി. അപ്പൊ നമ്മുടെ പരിപാടികളൊക്കെ ഗംഭീരമായിട്ട് കാണേണ്ടി വരെ മറ്റേ വിഷുക്കട്ടി ഉണ്ടാക്കാനുള്ള അരി കുതിർത്തെടുത്തത്. പാലുകൾ 1-ാം പാൽ 2-ാം പാൽ 1-ാം പാൽ 2-ാം പാൽ 3-ാം പാൽ കണ്ടിരിക്കില്ലേ. 3-ാം പാലല്ലേ 2-ാം പാലിനെ. അപ്പൊ നമ്മുടെ പണികളൊക്കെ വേഗം കഴിയും. വീഡിയോസ് എല്ലാം നമ്മുടെ വീഡിയോസൊക്കെ വരുന്നുണ്ട് ഗൈസ്. നിങ്ങളിത് കാണാൻ ഇൻസ്റ്റാഗ്രാമിൽ താടിയുമ്പോട്ട് ഒഫീഷ്യൽ കുറേ ഞങ്ങളുടെ വിഷു ഫോട്ടോഷൂട്ടുകളൊക്കെ ആൻറ്റി മിച്ചുവിൻ്റെ പിള്ളേരും ഒക്കെ ഇട്ടുണ്ട്. അതുപോലെ റീൽസ് ഇട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണണം. ഇതിൻ്റെ ഇടയിൽ വ്ളോഗുകളുണ്ട്. അതാണ് നിങ്ങളുടെ കട്ടയ്ക്കുള്ള സപ്പോർട്ട് വേണം. അതെ. അപ്പൊ ഗായ്സ് ഞാനും ആദിസും കൂടിയിട്ട് ആദിച്ചിന്റെ ഫേവറേറ്റ് പായസം ഉണ്ടാക്കാണ്. ഗുഡ് ബോയ്. അവൻ പറഞ്ഞില്ല. ചാർലിയോട് ചോദിച്ചാ നീ? ചാർലിയോട് ചാർലി പായസം വേണടാ. പായസം ചാർലി ഗുഡ് ബോയ് ആയിട്ട് പായസം ആയിട്ടാ. അതിപ്പോ തന്നെ പായസം വേണം. അടിച്ചില്ലേ? അടിച്ച് പായസം കുച്ചാണ്. സൂപ്പർ
നോന്ന പായസം നോന്ന സൂപ്പറാണോ അത്? സൂപ്പറാണോ? സൂപ്പർ സൂപ്പർ ഇത് സൂപ്പറാണോ? പായസം പോടാ. യെസ്. നീ കളയാണ്ട് കുടിക്ക്. കാലത്തൊരു കപ്പ് ബൂസ്റ്റ് കളഞ്ഞവൻ. അപ്പൊ അവന്മാരൊക്കെ അതെ വെയിറ്റിംഗ് ആണ്. മാമുണ്ണ അല്ലേ ചാലിപ്പാ? ചാലിപ്പാ അപ്പൊ ഇനി വിഷുക്കട്ട ഉണ്ടാക്കട്ടെ ഗൈസ്. വിഷുക്കട്ട അടിച്ച് അല്ലേ അടിച്ചേ. ആ അച്ഛ പായസം കുടിച്ചിട്ടിരിക്കുന്ന കൊടേ ഗ്ലാസ് പായസം. ആ ആ ആ ചിമ്പും ചാർലി ഇവിടെ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ് വിച്ചു പായസമൊക്കെ ഉണ്ടാക്കി ശർക്കര പാനി ഉണ്ടാക്കുകയാണ്. വിച്ചു മറ്റേ വിഷുക്കട്ടയ്ക്കുള്ള സാധനങ്ങളാണ് കേട്ടോ. ശർക്കര പാനി വിഷുക്കട്ടയും ഡ്രസ്സൊക്കെ മാറി കഴിച്ചിട്ട് ഇനി വേറെ കൂടി കഴിക്കണം. അപ്പോൾ ഞങ്ങൾ വിഷുക്കട്ട കഴിക്കാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. നമ്മൾ ഈ സാധാരണ വീട്ടിലെ ഈ ചാനലൊന്നും ഇല്ലാത്തവർക്ക് സുഖമാണ്. ആ കാര്യങ്ങൾ ചെയ്ത് അങ്ങനെ പോയാൽ മതി. പക്ഷെ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും റീൽസും യൂട്യൂബ് ചാനലൊക്കെ ഉള്ളവർക്ക് അതിൻ്റെ ഒപ്പത്തിനപ്പം റീൽസും ഷോർട്സും ബ്ലോഗൊക്കെ എടുത്തു പോകണോണ്ട് ഞങ്ങൾ ടൈമൊക്കെ ഡിലേ ആവും ചിലപ്പോൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ എല്ലാവർക്കും നല്ലൊരു വിഷു വരുന്നു. ഈ വിഷു ദിനത്തിൽ മാഗ്നി ലൈവ് ചാനലിൽ എൻ്റെ ആദ്യത്തെ മീഡിയ ആങ്കർ വന്നിട്ടുണ്ട്. നിങ്ങൾ കാണണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഒരുപാട് പേര് നമ്മളെ വിളിച്ചു. അടിപൊളിയായിട്ടെന്ന് പറഞ്ഞു, സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടുക, ഷെയർ ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലും കുറേ റീൽസ് കാണാം. മാഗ്നി ലൈവ് എന്ന് പറഞ്ഞ ചാനലിൽ ഈ മാഗ്നി ലൈവുകാരാണ് നമ്മുടെ ഇന്റർവ്യൂ മുന്നെടുത്തിട്ടുള്ളത്. അതും ആ ചാനലുണ്ടാവും. ഇത് ഞാൻ വിഷു സ്പെഷ്യലായിട്ട് വേറെ നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് നിങ്ങൾ ഇത് കണ്ടാൽ മനസ്സിലാവും. അങ്ങനെ ആങ്കറിങ് സ്റ്റാർട്ടായി വീണ്ടും. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് വേണം കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഇനി കുറേ കഴിക്കാണ്ട്. ഇത് കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ സദ്യ കഴിക്കണം. അത് കഴിഞ്ഞ് ഇതിൻ്റെ പായസം കോഴി കഴിക്കണം. പിന്നെ വിഷു കഴിഞ്ഞു. നമ്മളെ ചിമ്പു ചാർലിക്കും നമ്മൾ വിഷുക്കട്ട കൊടുത്തു കേട്ടോ. അവർ കഴിച്ചു. ഇന്നലെ വിഷുക്കട്ടയായിരുന്നു. അത് കഴിച്ചു. ഇനി ചോറ് കഴിക്കാൻ രാവിലെ ഇവിടെ ഓരോന്നും ഉണ്ടാക്കണോണ്ട് അവർ രാവിലെ കൊടുത്ത ചോറ് കഴിച്ചില്ലേ. വിഷുക്കട്ട കഴിച്ചു. ഇപ്പോൾ എന്നിട്ട് അത് കഴിഞ്ഞിട്ട് കഴിക്കാം അല്ലേ ചിമ്പു? ചിമ്പു കുറ്റാ. അപ്പോൾ ഞങ്ങള് കുറച്ചു നേരം വിഷുക്കട്ട കഴിയുമ്പോൾ ഉറങ്ങി. അപ്പൊ അപ്പൂസും നല്ല പനിയുണ്ട്. മരുന്ന് കഴിച്ച് കിടക്കാണ്. ആദ്യം അത് ഉറക്കത്തിന് വിളിക്കുമ്പോൾ വാശി പിടിക്കുമ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ വേഗം കഴിക്കാം. അതെ അവരെണീക്കുമ്പോ രണ്ടുപേർക്കും കൊടുക്കാൻ നമ്മുടെ കൈലജിതോടെ മതി മതി. എല്ലാം നിറച്ച കറി മാത്രം എല്ലാം ചെറുതാ. ഇത് തന്നെ കിട്ടാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടിയത്. ഇതേതാ കറി? അവിയൽ. നോക്കി കണ്ടിട്ടില്ലെങ്കിൽ ചോറുള്ള സ്ഥലം ഉണ്ടാവില്ല ചേട്ടാ. ഇതേതാ കറി? ചോറ് വന്നു ഗൈസ്. അപ്പോൾ ഇത്ര കാര്യമല്ലോ. ഇനി സാമ്പാറും അച്ചാറ് പപ്പടം മതി മതി. അപ്പൊ ഗൈസ് ഞങ്ങൾ ഈ കലവും ഈ പറയുന്ന കുക്കറൊക്കെ കൊണ്ടുവരണമെന്ന് പറയണ്ട. ഞങ്ങളുടെ പദ്ധതി ഒന്നും മാറ്റിയിട്ടില്ല. വെച്ച് അതിൽ തന്നെ വെച്ചു എന്നുള്ളൂ. വിഷുവിൻ്റെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത്
ഒക്കെ അങ്ങനെ ഒരുപാട് ഇപ്പോഴും ചെയ്യണം, കഴിച്ചിട്ടാണ് ഞാൻ ചെയ്യാം. അപ്പം അത് കാരണം പാത്രങ്ങളെ പകർത്തി എല്ലാം ചൂടാക്കാൻ മാറ്റേ വാർത്താനം നിന്നിട്ടില്ല, ഒരേ പട. അപ്പൊ പപ്പടം ഇനി അച്ചാറും കൂടി ഉണ്ട് ഗൈസ്. അച്ചാറുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സെറ്റായി. പിന്നെ പായസം ഫാസ്റ്റില് ഒട്ടും സമയമല്ലേ പുളിഞ്ചിട്ട് എൻ്റെ മമ്മി നാട്ടിൽ നിന്നുണ്ടായില്ല. അച്ചാറ് മമ്മയുടെ അച്ചാറ് ഒരു സദ്യ അതിൻ്റെതായ രീതിയിൽ ഞാൻ ഈ അച്ചാറും പുളിഞ്ഞു നിർണ്ടാന്ന് പറഞ്ഞ പാക്കറ്റ് ചോറുണ്ട്. പാലട പായസം ഗൈസ്. അപ്പൊ ഇനി കുറച്ചുകൂടി ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ വേറെ പാക്കറ്റ് പാലുണ്ട്, ഇതുണ്ട്. അപ്പൊ പഴം, ഇനി ബോളി ഉണ്ട് കേട്ടോ. അപ്പൊ പായസത്തിന്റെ നെയ് ബോളി. കുറേ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ പാത്രമൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ പാത്രത്തിൽ പിന്നെയും പകർത്തി പിന്നെയും ചൂടാക്കുക. അതൊക്കെ കുറെ ടൈം അങ്ങനെ പോകും. വളരെ കുറച്ച് സമയങ്ങളുള്ളൂ. ഒരുപാട് വിശേഷങ്ങൾ പുതിയ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ടാണ്. ഇനി ഉണ്ടാവണം. അപ്പൊ സർപ്രൈസുകളാണ് വരും, ഇനി വരും. നിങ്ങൾ മസ്റ്റായിട്ട് കാണണം നമ്മുടെ മുഖങ്ങൾ പല 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 ചാനലുകളിൽ. അപ്പോൾ കഴിക്കാൻ നമുക്കിടാ. നല്ലൊരു സന്തോഷകരമായ ഒരു വിഷു എന്ന് പറയുമ്പോൾ മലയാള അങ്ങനത്തെ വിഷയങ്ങളൊന്ന് ന്യൂ ഇയർ അല്ലേ, മലയാളത്തിൻ്റെ ന്യൂ ഇയർ ആണ്. അപ്പോൾ ഗ്ലോറി ഡോക്ടർ നല്ലൊരു ഇയർ ആവട്ടെ. ഇത് നല്ല നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നില്ല, അതൊക്കെ സർപ്രൈസുകളാണ്. ഞങ്ങളും ഇപ്പോൾ എനിക്ക് വഴിക്ക് അറിയുന്ന ഒരുപാട് സന്തോഷം. നമ്മളെ സ്നേഹിക്കുന്ന എല്ലാവരും മനസ്സ് നിറഞ്ഞ് എല്ലാവരും വിശ്വസിക്കുന്നത് എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. സപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് സന്തോഷമാണ്. ഹാപ്പി വിഷു. അപ്പൊ രാത്രി ഉറക്കണിട്ടുണ്ട്. അപ്പൊ അപ്പൊ ഇപ്പൊ പടക്കാൻ പോവാണ്. വിഷു സദ്യ. ഒന്ന് തലേക്ക് ഉയർന്നു. രാവിലെ ഏറ്റവും ഗുളിക പൊന്നിടാതെ ബോഡി ഹീറ്റ് ഒക്കെ കുറച്ച് ചെറുതായിട്ട് എനിക്ക്. അപ്പൊ ഞാൻ സ്വയം എണീറ്റു. അപ്പൊ എനിക്ക് ഓക്കെ. പിന്നെ വീണ്ടും ഫിഷ്കട്ടയും ശർക്കര പാനിയും കഴിച്ചു. പിന്നെ സദ്യ പായസം കുടിച്ചു. നമ്മടെ വീഡിയോ തന്നെ കണ്ടോണ്ടിരിക്കട്ടോ. ആദ്യം എന്നിട്ട് ഇവിടെ ചിരിക്കുന്നു, ചിമ്പോ കാണിക്കുന്നുണ്ട്. സാധാരണ എനിക്ക് എന്റെ ഭർത്തക്ക് അടുക്കുമ്പോ ഇങ്ങനെ വരാറില്ല. നല്ല കൈമുറിയേ കാൽമുറിയേ കൈയിടിക്കേ കാലിടിക്കേ അങ്ങനത്തെ ആവണം.
ഇത് പക്ഷെ അത് കേട്ടാ ഇങ്ങനെ വേണ്ടായി അത് എന്നെ പൊന്നെ നോക്കണ്ട പടച്ചോളോ. യെസ് അപ്പോൾ ഹാപ്പി വിഷു വൺസ് ആൻഡ് അഗൈൻ. സാറ്റിസ്ഫൈ